എന്താ നീ ഇങ്ങ് പോന്നോ? നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? പെട്ടെന്ന് എന്താ പറ, കാര്യം പറ മോളെ. എന്താ നീ വന്നത്? പറ കാര്യം. ഇന്നും നീ അവനോട് പിണങ്ങിയോ അതോ അവൻ്റെ അമ്മയോട് പിണങ്ങിയോ? സത്യം പറ. എന്താ പറയൂ, നീ എന്ത് പറയും? നിനക്ക് എന്താ സംഭവിച്ചത്? എൻ്റെ പൊന്നുമോളെന്തോട് പറ. നീ അമ്മയോട് നിനക്ക് എന്തും പറയാമല്ലോ. നിൻ്റെ വീട്ടിലേക്ക് എപ്പോഴും വരാമല്ലോ. എന്താ എൻ്റെ മക്കൾക്കുള്ള വിഷമം? നല്ല സാവധാനം അവിടെ ഇരുന്ന് അമ്മയോട് പറ. എന്താ അവിടെ പ്രശ്നം ഉണ്ടായത്? ഇന്ന് അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. നീ ഒന്നും വിഷമിക്കണ്ട. നിനക്ക് എന്തുണ്ടെങ്കിലും നിനക്ക് അമ്മയോട് പറയാം കേട്ടോ. നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിൻ്റെ വീട്ടിൽ നിനക്ക് വരാം. നിനക്ക് അവിടെ ഇനിയും പോകാൻ പ്രയാസമാണെങ്കിൽ അതും അച്ഛനും ഞാനും കൂടെ പോയി പരിഹരിക്കാം സമാധാനമായിട്ട്. വിഷമിക്കണ്ട കേട്ടോ. അതെ അതാണേ എൻ്റെ കുട്ടി. എന്താ ഇത് ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഒന്നാമത്തെ കാരണം എന്നാന്നറിയാം, ഈ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണിക്കുന്നത്. വീട്ടിലോട്ട് വന്നാൽ അവർക്ക് സംരക്ഷണം കിട്ടുകയില്ല. കെട്ടിച്ചു വിട്ടാൽ പിന്നെ വീട്ടിൽ അവകാശമില്ല, അവരെ അങ്ങ് പറഞ്ഞു വിടുന്ന പോലെ. അപ്പോഴാണ് കുഞ്ഞുങ്ങൾ പലതും ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ മോള് ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിനക്ക് അങ്ങനെ വിഷമം ഉണ്ടാകുമ്പോൾ നീ ഈ പോന്നേച്ചാൽ മതി. അവിടെ പരമാവധി നീ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം കേട്ടോ. അതുകൊണ്ട് എൻ്റെ മോളിക്ക് പോന്നേച്ചാൽ മതി. വിഷമിക്കേണ്ട. അമ്മയോട് കാര്യമെല്ലാം തുറന്നു പറ. അമ്മ നോക്കട്ടെ എൻ്റെ കുഞ്ഞിന് എന്താ വിഷമങ്ങളെന്ന് കേട്ടോ. ഞാൻ അച്ഛനോടൊന്ന് പോയി പറയട്ടെ.